ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ഇവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരാൾ ഞാൻ നടത്തത്തിനിടയിൽ എല്ലാ ദിവസവും കാക്കകൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ സമയം 6:30 ഉള്ളൂ. അതിനു മുമ്പേ കാക്കകൾ ഇവിടെ വന്ന് സ്ഥാനം പിടിച്ചു. തൊട്ട് മുൻപ് കുറച്ചുകൂടി കാക്കകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഒരു പടക്കം പൊട്ടുന്നൊരു ശബ്ദം കേട്ടപ്പോൾ അവരവിടുന്ന് പറന്നുപോയി വീണ്ടും വന്നതാണ്. ഇത് കാക്കകളുടെ എണ്ണം കൂടി. ഞാൻ പറയുന്ന ആ സുഹൃത്ത് അദ്ദേഹം കാക്കകൾക്കുള്ള തീറ്റകൾ കൊടുക്കുകയാണ്. അത് ഒരു ബജിയുടെ പൊടിയും തൊങ്ങലുകളൊക്കെയാണ്. അദ്ദേഹത്തിനടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്നും ഉള്ള ബജിയുടെ അവശിഷ്ടങ്ങളാണ് അദ്ദേഹം എല്ലാ ദിവസവും കൊടുക്കുന്നത്. ഇത് ഒരു ദിവസത്തെ കാഴ്ചയല്ല, എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് എനിക്കതിൽ ഒരു കൗതുകം തോന്നിയതും അദ്ദേഹത്തിനെ ഞാൻ വീഡിയോയിലേക്ക് പകർത്താനായിട്ട് ആഗ്രഹിച്ചതും. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിനോട് ചോദിക്കാം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീറ്റ കൊടുക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കിയതെന്ന്. അതിനു മുമ്പ് ഞാൻ ഈ കാക്കകളെ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാ കാക്കകൾ എണ്ണം കൂടി വന്നിരിക്കുന്നു. ഇപ്പോൾ ഒത്തിരി കാക്കകളായി. അദ്ദേഹത്തോട് നമുക്ക് പരിചയപ്പെടാം, കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? മണ്ണാങ്കട്ടി. അദ്ദേഹത്തിൻ്റെ പേര് മണ്ണാങ്കട്ട. അദ്ദേഹത്തിൻ്റെ സ്ഥലം? എൻ്റെ സ്ഥലം പെരിയാർ താമസിക്കുന്നു. ഇവിടെ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. എവിടെ? കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. അല്ല, താമസിക്കുന്ന സ്ഥലം നാട് ശരിക്കും എവിടെയാണ്? നാട് ശരിക്കും കടലൂർ മാവട്ടം. കടലൂർ മാവട്ടം പണ്ടുത്തി. കടലൂരിൽ. ഓക്കെ. അദ്ദേഹം താമസിക്കുന്നത് നമ്മുടെ പെരിങ്ങാവ് ജംഗ്ഷനിലെ കാക്കകൾക്ക് തീറ്റ കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത്, അതായത് പെരിങ്ങാവ് തോട്. ഈ പെരിങ്ങാവ് തോടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം കൂലിപ്പണിക്കൊക്കെ, അതുമാതിരി പറമ്പ് പണി, അങ്ങനെയുള്ള പണികൾക്കൊക്കെ സ്ഥിരമായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പണികൾ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. നിങ്ങൾ അദ്ദേഹത്തിനെ നേരിട്ട് വിളിക്കാം, നല്ലൊരു പണി അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹത്തിനോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ കാക്കകൾക്ക് ഇങ്ങനെ ഒരു തീറ്റ കൊടുക്കാനായിട്ടുള്ളൊരു കാരണം? എല്ലാ ദിവസവും കൊടുക്കുന്ന കാണുന്നുണ്ട് ഞാൻ. എല്ലാ ദിവസവും കൊടുക്കും. ഓക്കെ. അതിനെന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സൽപ്രവൃത്തി ചെയ്താൽ എല്ലാ ദിവസവും പണികളും അതുപോലെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഉഷാറ് കിട്ടും, നല്ലൊരു വരുമാനം കിട്ടും, നല്ലത് കിട്ടും. അതാണ്, അതായത് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇങ്ങനെ ഈ കാക്കകൾക്ക് എല്ലാ ദിവസവും കൊടുക്കുന്നത്. അതെ, ഭഗവാൻ നല്ലത് ചെയ്താൽ നല്ലത് ചെയ്യുമെന്നാണ്. കാക്കകളുടെ എണ്ണം കൂടി ഒത്തിരി കാക്കകളായി വരുന്നു. അത് ഇദ്ദേഹം പറയുന്നത്, ഞാൻ വരുമ്പോൾ തന്നെ ഇവിടെ കാക്കകൾ ഇവിടെ സ്ഥാനം പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വന്ന് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഇവിടെ ഈ തീറ്റ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ ഇതൊരു സ്ഥിരം പ്രൊസീജിയർ ആയതുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് ടൈം അറിയുന്നതെന്ന് അറിയില്ല. കൃത്യമായിട്ടും അവർ ആ സമയം കണക്കാക്കിയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്ഥലം, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് പെരിങ്ങാവിലാണ്. പെരിങ്ങാവ് ജംഗ്ഷനിൽ തന്നെ ആ തോടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ഞാനൊരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ, ചേട്ടൻ ഇവിടെ സാധാരണ പറമ്പ് പണികൾക്കൊക്കെ പോകുന്ന ഒരാളാണെന്ന് പറയുന്നു. ചേട്ടൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കുകയാണെങ്കിൽ ചേട്ടൻ അവരെ പണികളൊക്കെ ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം അല്ലേ? നന്നായിട്ട് ചെയ്തു കൊടുക്കില്ലേ പണികളൊക്കെ? ഭംഗിയായിട്ട് ചെയ്തു തരും, ബുദ്ധിമുട്ടില്ലാത്ത പോലെ അല്ലേ? അവർക്ക് മനസ്സിന് തൃപ്തിയാവുന്ന പോലെ തന്നെ എല്ലാ പണികളും
ചെയ്തു പോരുന്നതാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഞാൻ നമ്പർ കൊടുക്കാം. കാരണം അദ്ദേഹം ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മളൊരു കാക്കയ്ക്ക് ഒരു തീറ്റ കൊടുക്കുന്നതിലൂടെ അത് സമയം ആലോചിക്കണം. 6:30 സമയമാണ്. ഈ 6:30 സമയത്ത് തന്നെ അദ്ദേഹം ഇത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തെ പരിപാടിയല്ല, എല്ലാ ദിവസവും തലേ ദിവസം തന്നെ അത് കളക്ട് ചെയ്ത് വെച്ച് രാവിലെ തന്നെ ഏതോ ഒത്തിരി കാക്കകളായി. അത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒത്തിരി കാക്കകളാണ് അത് വന്ന് തിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പെരുമ്പാവൂര് ടൗണിൽ പോയാൽ ബംഗാളികൾ കുറേ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂട്ടം അവിടെ കാണാൻ സാധിക്കും. എന്ന് പറയുന്നത് പോലെ ഇവിടെ 6:30 ആകുമ്പോൾ കാക്കകളുടെ ഒരു കൂട്ടം തന്നെയാണ് ഇവിടെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് യാത്രയാവാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അതായത് പറമ്പ് പണിക്കോ വീട്ടുപണിയുടെ പണിക്കായിട്ട് ഒരു പണിക്കാരൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം. ആ നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യാം. അദ്ദേഹം ആ പണികളെല്ലാം ഏറ്റെടുത്ത് ഭംഗിയായിട്ട് ചെയ്തു തരുമെന്നാണ് എൻ്റെയും വിശ്വാസം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന കണ്ടു തന്നെയാണ്. കൃത്യമായിട്ടുള്ളൊരു കൃത്യത ഇവിടെ കാണുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്ക്. ആ കൃത്യതയാണ് ഏത് പണികളുടെയും വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുക. ഇതാണ് ആ വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേര് മണ്ണാങ്കട്ട എന്നാണ്. അദ്ദേഹം പോണ്ടിച്ചേരിയിൽ കടലൂരാണ്. പോണ്ടിച്ചേരിക്ക് അടുത്ത് കടലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇപ്പോൾ താമസിക്കുന്നത് അദ്ദേഹം ഈ പറയുന്ന ഈ പെരിങ്ങാവിലുള്ള തോടിൻ്റെ സമീപത്ത് തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ളവർക്കാണെങ്കിൽ, അതായത് വിയ്യൂര് കൊട്ടേക്കാട് ഭാഗങ്ങളിലുള്ളവർക്കാണെങ്കിൽ അദ്ദേഹത്തിന് വരാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കണ്ടോ കാക്കകളുടെ ഇത് കണ്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതല്ലെങ്കിൽ ഈ വീഡിയോയിലോ ഞാൻ കൊടുക്കാം. അദ്ദേഹത്തെ ബന്ധപ്പെടുക. तेरे दिल को दिल लगी न लगे, दिल लगी तेरे दिल को दिल लगी न लगे, वफा की हम